നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മണ്ഡലത്തിലെ തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. മണ്ഡലത്തിലെ റോഡുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉദ്യോഗസ്ഥതല യോഗത്തിന് ശേഷമായിരുന്നു MLA ഇക്കാര്യം അറിയിച്ചത്. പട്ടാമ്പി മണ്ഡലത്തിലെ റോഡുകളുടെ നവീകരണം, തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി റെസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു യോഗം. പട്ടാമ്പി ടൗണിൽ നിർത്തിവെച്ച റോഡ് നവീകരണത്തിന്റെ പ്രവർത്തികൾ മഴ വിട്ടുനിൽക്കുന്നതോടെ പുനരാരംഭിക്കുവാൻ തീരുമാനമായി. നിലവിൽ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നതുൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പട്ടാമ്പി മുതല റോഡിന്റെ നവീകരണം ഉടൻ തുടങ്ങും. കൊപ്പം പേങ്ങാട്ടിൽ പാതയിലെ റോഡ് തകർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. മഴ വിട്ടുനിൽക്കുന്നതോടെ മണ്ഡലത്തിലെ തകർച്ച നേരിടുന്ന റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാക്കുമെന്ന് യോഗത്തിന് ശേഷം മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പട്ടാമ്പി റോഡ് നമുക്കറിയാം, മഴയായതുകൊണ്ട് നമ്മൾ വർക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അതിപ്പോൾ രണ്ടാമത് തുടങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കുറച്ച് ദിവസം നമുക്ക് മഴ കിട്ടാതിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മൾ അലക്സ് വരയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം കുഴികൾ അടക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളതും ചെയ്യുന്ന കയ്യേറ്റം ഒഴിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട സ്ഥലം ഇന്നിപ്പോ മനോരമയിലടക്കമുള്ള പത്രങ്ങളിൽ അതിന്റെ ഏതെങ്കിലും തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്ന ഉടമകൾക്ക് ഇനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനെങ്കിൽ അവർക്കുള്ള ഒരു അവസരമാണ് സ്ഥലം ഏറ്റെടുപ്പിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട്. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ കഴിയും. കൊല്ലുവില കൊടുത്ത് ഏറ്റെടുക്കുന്ന നടപടി മുന്നോട്ട് പോവുകയാണ്. പട്ടാമ്പിയിൽ വൈദ്യുതി സുരക്ഷാ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകി. മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു ജാഗ്രതാ സമിതിക്ക് രൂപം നൽകിയത്. വൈദ്യുതി അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പട്ടാമ്പി മണ്ഡലത്തിൽ വൈദ്യുതി സുരക്ഷാ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം ചേർന്നത്. മണ്ഡലത്തിൽ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാൽ നടപടിയെടുക്കാൻ ജാഗ്രതാ സമിതിക്ക് അധികാരമുള്ളതായി അധികൃതർ വ്യക്തമാക്കി. മുഹമ്മദ് മുഹസിൻ MLA ചെയർമാനും KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EI ബിന്ദു കൺവീനറുമായുള്ള ജാഗ്രതാ സമിതിയാണ് രൂപീകരിച്ചത്. ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും ജാഗ്രതാ സമിതിയിൽ അംഗങ്ങളാണ്. കാരണം എല്ലാം അങ്ങനെ നോക്കി ചെക്ക് ചെയ്ത് വന്ന് ശിക്ഷാ നടപടികളിലേക്ക് പോകുക എന്നല്ല, ചിലത് അറിവില്ലായ്മ കൊണ്ട് കൂടി സംഭവിക്കുന്നതാണ്. പലപ്പോഴും ചില കണക്ഷനുകൾ, ചില സംവിധാനങ്ങൾ ഒരുക്കുന്ന സമയത്ത് വയറിംഗ് ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കോ ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല. അപകടം വരുമ്പോഴാണ് അറിയുക. അപ്പൊ ഈ ഫെൻസിങ് നിയമപരമായിട്ട് ചെയ്യാനുള്ള ചില വകുപ്പുകളുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ആളുകൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, രഹസ്യമായിട്ട് നേരിട്ട് കണക്ഷൻ കൊടുക്കും. ഇത്രയും വലിയ വൈദ്യുതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലുള്ള ആളുകൾ തന്നെയാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. അപ്പോ അത്തരം കാര്യങ്ങൾ, അപ്പൊ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവബോധം സൃഷ്ടിക്കുകയും ഒപ്പം തന്നെ KCB എഞ്ചിനീയർമാരടക്കമുള്ളവര് ജനപ്രതിനിധികളിലേക്കും ജനങ്ങളിലേക്കും ഇറങ്ങി വന്നുകൊണ്ട് ഒരു തരത്തിലുള്ള ഗ്യാപ്പും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമവുമാണ്. കപ്പൂർ പഞ്ചായത്തിൽ 2 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് തെരുവുനായുടെ ആക്രമണമുണ്ടായത്. വീടിന് സമീപത്ത് വെച്ച് പിറകിലൂടെ എത്തിയ നായ വേടൂർക്കുന്ന് സ്വദേശി 66 വയസ്സുള്ള കുഞ്ഞനെ ആക്രമിക്കുകയായിരുന്നു. കാലിനാണ് ഇയാൾക്ക് കടിയേറ്റത്. ഉടൻ തന്നെ ബന്ധുക്കൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. തുടർന്ന് കോഴിക്കര എറവക്കാട് പരിസരത്ത് ഓട്ടോ ഡ്രൈവർക്കും നായയുടെ കടിയേറ്റു. എറവക്കാട് തൃക്കണ്ടിയൂർപ്പടി സ്വദേശി 38 വയസ്സുള്ള ബൈജുവിനാണ് കടിയേറ്റത്. ഇയാളെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുമ്പ് വേടൂർക്കുന്ന് മേഖലയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. പലപ്പോഴും സ്കൂൾ കുട്ടികളെയും തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തെരുവുനാശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തദ്ദേശ സ്ഥാപനങ്ങളെ സമീപിച്ചിരുന്നെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പരാതിയുണ്ട്. തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട തിരുവേഗപ്പുറ സ്വദേശി ശിവദാസന്റെ മൃതദേഹം കണ്ടെത്തി. ഭാരതപ്പുഴയിലെ പേരശ്ശന്നൂർ ഭാഗത്തു നിന്നുമാണ് മൃതദേഹം ലഭിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് തിരുവേഗപ്പുറ അമ്പലവട്ടം കടവിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് തിരുവേഗപ്പുറ തോട്ടത്തിൽ ശിവദാസനെ കാണാതായത്. 46 വയസ്സാണ്.
ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ഭാരതപ്പുഴയിലെ കുറ്റിപ്പുറത്തിനടുത്ത് പേരശ്ശനൂർ ക്ഷേത്രകടവിന് സമീപത്തുമാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്നും കുളിക്കാൻ പോയ ശിവദാസനെ ഏറെ നേരമായും കാണാതായതോടെ വീട്ടുകാർ തിരഞ്ഞെത്തിയപ്പോഴാണ് ഇയാളുടെ വസ്ത്രങ്ങൾ പുഴക്കടവിൽ നിന്നും ലഭിച്ചത്. തുടർന്ന് ഒഴുക്കിൽപ്പെട്ടതാകുമെന്ന നിഗമനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഷൊർണൂർ, പട്ടാമ്പി, കുന്നംകുളം, പെരിന്തമണ്ണ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാ യൂണിറ്റ്, സ്കൂബ ടീം, മുങ്ങൽ വിദഗ്ധർ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പുഴയിൽ പരിശോധനയും ആരംഭിക്കുകയായിരുന്നു. മഴയും ശക്തമായ കുത്തൊഴുക്കും തിരച്ചിൽ പ്രവർത്തനങ്ങളെ ചെറിയ തോതിൽ ബാധിച്ചിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായും പുഴയിൽ തിരച്ചിൽ നടത്തിവരികയായിരുന്നു. ചൊവ്വാഴ്ച നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പേരശ്ശനൂർ ദുർഗാദേവി ക്ഷേത്ര കടവിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത്. പരേതരായ ശങ്കരൻകുട്ടി നായരുടെയും കല്യാണിക്കുട്ടിയമ്മയുടെയും മകനാണ് ശിവദാസൻ. മണികണ്ഠൻ, ശൈലജ എന്നിവർ സഹോദരങ്ങളാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഓണാഘോഷങ്ങളെ മുന്നിൽ കണ്ട് അനധികൃത മദ്യവിൽപ്പനയും ലഹരി കടത്തും തടയുന്നതിനായി ദേശീയപാതയിൽ കുറ്റിപ്പുറം എക്സൈസ് സ്ക്വാഡും ഹൈവേ പോലീസും ചേർന്ന് വാഹന പരിശോധന നടത്തി. ശനിയാഴ്ച വൈകിട്ട് നടത്തിയ പരിശോധനയിൽ നിരവധി വാഹനങ്ങൾ പരിശോധിച്ച് മദ്യപിച്ച് വാഹനമോടിച്ച ഡ്രൈവറെയും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി മണ്ണാർക്കാട് സ്വദേശിയായ ദിലീപ് എന്നയാളെയും പിടികൂടി. കൂടാതെ പുകയില ഉൽപ്പന്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നവർക്കെതിരെയും നടപടിയെടുത്തു. തുടർ ദിവസങ്ങളിൽ വാഹന പരിശോധനയും പട്രോളിംഗും കർശനമായി തുടരുമെന്ന് ഹൈവേ പോലീസും എക്സൈസും അറിയിച്ചു. സംയുക്ത പരിശോധനയ്ക്ക് ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റഷീദ് പാലക്കൽ, CPO പ്രവീൺ, കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ PM അഖിൽ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ലതീഷ്, ഗണേശൻ, പ്രിവന്റീവ് ഓഫീസർ പ്രമോദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജ എന്നിവർ നേതൃത്വം നൽകി. കൊമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചെരിഞ്ഞു. 4 മാസമായി അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 4 മാസം മുമ്പ് 3 തവണ ആന കുഴഞ്ഞു വീണിരുന്നു. സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ടായിരുന്നു. നിരവധി ആരാധകരുള്ള ആനയായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ. കോട്ടയം ഈരാറ്റുപേട്ടയ്ക്ക് സമീപം തീക്കോയി പരവൻപറമ്പിൽ വീടിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ. കേരളത്തിലുടനീളം 100 കണക്കിന് ഉത്സവങ്ങൾക്ക് നിറസാന്നിധ്യമായ ആന കൂടിയാണ്. ഗജരാജൻ, ഗജോത്തമൻ, ഗജരത്നം, കളഭകേസരി, തിരുവിതാംകൂർ ഗജശ്രേഷ്ഠൻ, ഐരാവത സമൻ തുടങ്ങിയ നിരവധി വിശേഷണങ്ങളും പട്ടങ്ങളും നേടിയ ആനയാണ് അയ്യപ്പൻ. കൂറ്റനാട് ഉല്ലാസ് നഗറിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. പൊന്നത്ത് വളപ്പിൽ ബക്കറിന്റെ വീട്ടിലെ വൈക്കോൽക്കൂനയിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടുന്നത്. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി വനമേഖലയിൽ വിട്ടയച്ചു. പരുതൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. മന്ത്രി MB രാജേഷ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. പരുതൂർ കുടുംബശ്രീ CDSന്റെ വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. കൊടിക്കുന്ന് റെഡ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ K ബേനസിറ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വാഹിദ ജലീൽ, P സുധീർ, T ശാന്തകുമാരി, EP ശിവശങ്കരൻ, P ശ്രീനിവാസൻ, P രമണി, AP ഉമ്മർ, മിനിമോൾ, പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് N മോഹൻദാസ്, കുടുംബശ്രീ അംഗങ്ങളായ PP ജയശ്രീ, K സുമിത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി KU യദു ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക്. അഭിമാനത്തോടെ ഗ്രാമവും സ്കൂളും. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ നടന്ന 69ാമത് കേരള സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് അണ്ടർ 20 പുരുഷ വിഭാഗം പോൾ വാൾട്ടിൽ ചാലിശ്ശേരി GHSSലെ +2 വിദ്യാർത്ഥി KU യദുകൃഷ്ണ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമ്മാനിച്ച പോളിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 2023 മുളത്തണ്ട് ഉപയോഗിച്ച് കുന്നംകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച യദുവിന്റെ വാർത്ത മാധ്യമത്തിൽ വന്നപ്പോൾ MP സുരേഷ് ഗോപിയാണ് 1.14 ലക്ഷം രൂപ വില വരുന്ന 145 LB ഫൈബർ പോൾ സ്കൂളിന് സമ്മാനമായി നൽകിയത്. അതുപയോഗിച്ച് നടത്തിയ പരിശീലനത്തിലാണ് യദു കഴിഞ്ഞ വർഷം തൃത്താല ഉപജില്ലയിലും പാലക്കാട് ജില്ലാ കായികമേളയിലും 1ാം സ്ഥാനവും എറണാകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിൽ 5ാം സ്ഥാനവും നേടിയത്. സെപ്റ്റംബർ 9, 11 തീയതികളിൽ പുതുച്ചേരിയിൽ നടക്കുന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ യദുവിന് മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അധ്യാപകരും സ്കൂളും. എന്നാൽ ദേശീയ തലത്തിൽ മികച്ച പരിശീലനം നേടാൻ 150 LBയും 4.30 മീറ്റർ നീളമുള്ള കാർബൺ പോളും നിലവാരമുള്ള പോൾ വാൾട്ട് ബെഡും അടിയന്തിരമായി സ്കൂളിന് ആവശ്യമാണ്. സ്വന്തമായി പോൾ വാൾട്ട് സംവിധാനമൊന്നുമില്ലാത്ത സർക്കാർ സ്കൂളിൽ
കോവിഡ് കാലത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നു ലഭിച്ച കിടക്കകൾ അടക്കിവെച്ചാണ് മൈതാനത്ത് മുളത്തണ്ടിൽ പരിശീലനം തുടങ്ങി കോക്കൂർ മടത്തിൽപ്പുറം കൂട്ടിയാട്ടിൽ ഉണ്ണികൃഷ്ണൻ ശാലിനി ദമ്പതികളുടെ 2 മക്കളിൽ ഇളയവനായ യദു ഉയരങ്ങളിലെത്താൻ സ്വപ്നം കണ്ടത്. 2023 കുന്നംകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിൽ വെറും 3 അടിയോളം നീളമുള്ള മുളത്തണ്ട് ഉപയോഗിച്ച് 2.80 മീറ്റർ ചാടി ആദ്യ 7-ൽ ഇടം നേടിയാണ് മുന്നോട്ടുള്ള പ്രയാണം. ചാലിശ്ശേരി സ്കൂളിലെ മുഹമ്മദ് നിഹാൻ, CT ഗായത്രി, TP ഹിത എന്നിവർ സംസ്ഥാനതല പോൾ വാൾട്ട് താരങ്ങളാണ്. ഫുട്ബോൾ, വോളിബോൾ, ഖോ-ഖോ, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ബോക്സിംഗ്, യോഗ, ചെസ്, കരാട്ടെ തുടങ്ങി നിരവധി ഇനങ്ങളിൽ സ്കൂളിൽ മികച്ച പരിശീലനമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. കായിക അധ്യാപിക ഷക്കീല മുഹമ്മദ്, കോച്ച് ഉണ്ണികൃഷ്ണൻ, UP വിഭാഗം കോച്ച് ബിബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യദുവിനും മറ്റു താരങ്ങൾക്കും പരിശീലനം നൽകുന്നത്. പാലക്കാട് വിമുക്തി മിഷന്റെ 25-26 ഉണർവ് പദ്ധതിയിൽ സ്കൂളിനായി 2.5 ലക്ഷം രൂപയുടെ കായികോപകരണങ്ങളുടെ പ്രൊജക്ട് സമർപ്പിച്ചിട്ടുണ്ട്. മികച്ച പരിശീലനം നേടാൻ 150 LB കാർബൺ പോളും നിലവാരമുള്ള പോൾ വാൾട്ട് ബെഡും കായിക പ്രേമികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ കൈത്താങ്ങായി വരുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ. സ്കൂൾ ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇനിയും കൂടുതൽ ഫെസിലിറ്റിയും കാര്യങ്ങളും വന്നാലാണ് ഇനി കുട്ടികൾക്ക് കൂടുതൽ അവർക്ക് കയറി പോകാനും ഉയരങ്ങൾക്ക് പോകാനും ദൂരങ്ങൾക്ക് പോകാനും പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇപ്പോൾ ടീച്ചറുടെ മാക്സിമം ഷക്കീൽ ടീച്ചർ ചെയ്തിട്ടുണ്ട്. മാക്സിമം എന്ന് പറയാൻ പറ്റില്ല, അതിനും മേലെ എഫേർട്ട് എടുത്ത് ടീച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടീച്ചറുടെ ഒരു പവറിലാണ് ഇപ്പോൾ ഈ ഗെയിംസും സ്പോർട്സൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. അതിലൊരാൾ മാത്രമാണ് ഞാൻ. ടീച്ചർ തന്ന ഡ്യൂട്ടി ഞാൻ ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്തു. മധ്യ കേരളത്തിലെ തട്ടത്താഴത്ത് കുടുംബാംഗങ്ങളുടെ സംഗമം വാവന്നൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ സജ്ജീകരിച്ച ആലു സാഹിബ് നഗറിൽ നടന്നു. തട്ടത്താഴത്ത് അബ്ദുള്ളക്കുട്ടി ബാഖവി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ ഹുസൈൻ തട്ടത്താഴത്ത് അധ്യക്ഷത വഹിച്ചു. കൺവീനർ TK മുസ്തഫ സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് കരിമ്പ മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബചരിത്രം ആലിക്കുട്ടി ഹാജി കരിമ്പ വിശദീകരിച്ചു. അബു ഹാജി, അബ്ദുൽ സലാം, ഷെരീഫ് ഞാങ്ങാട്ടിരി, അലിക്കുട്ടി, മുജീബ് ദുബൈ, TT അഷ്റഫ് ആലൂർ, ലേഡീസ് വിംഗ് ചെയർമാൻ നസീബ, അനീസ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ, കായിക, സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയരായ കുട്ടികൾക്ക് മൊമെന്റോ നൽകി അനുമോദിച്ചു. കുടുംബാംഗങ്ങൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. പ്രവാസികളടക്കം 1500ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. കൂട്ടായ്മ ട്രഷറർ റാഫി ആലൂർ നന്ദി പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഞാങ്ങാട്ടിരി, കരീം കരിമ്പ, ഷെരീഫ് ആലൂർ, ഷമീർ TK, മുനീർ കോടനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചങ്ങരംകുളം കോക്കൂരിൽ വിദ്യാർത്ഥിനിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോക്കൂർ തെക്കുമുറി വാളത്ത് വളപ്പിൽ രവീന്ദ്രന്റെ മകൾ 21 വയസ്സുള്ള കാവ്യയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ കാവ്യ കിടപ്പുമുറിയിൽ കയറി വാതിലടച്ച് ഏറെ നേരം കഴിഞ്ഞും കാണാതെ വന്നതോടെ വീട്ടുകാർ നോക്കിയപ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ചങ്ങരംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. എറണാകുളത്ത് ലോജിസ്റ്റിക് വിദ്യാർത്ഥിയായിരുന്നു കാവ്യ. 2 ആഴ്ച മുമ്പാണ് വീട്ടിലേക്ക് വന്നത്. ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ചങ്ങരംകുളം SI രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബിന്ദു മാതാവും ഹൃതിക് സഹോദരനുമാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.